Hello, welcome all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ കുറിച്ചിട്ടാണ്. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത FCFS അൽഗോരിതത്തിന്റെ കൂടെ ഒരു ടൈം സ്ലൈസ് എന്നുള്ള ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടാണ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. എന്താണ് ടൈം സ്ലൈസ്? ടൈം സ്ലൈസ് അലോക്കേറ്റ് ചെയ്യുന്നത് CPU ആണ്. CPU ഓരോ പ്രോസസ്സുകൾക്കും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ എടുക്കുകയാണ് 2 യൂണിറ്റ് എന്നുള്ളതാണ് CPU അലോക്കേറ്റ് ചെയ്യുന്ന ടൈം സ്ലൈസ് എന്നുണ്ടെങ്കിൽ നമ്മൾ അറൈവൽ ടൈമിൽ കുറേ പ്രോസസ്സുകൾ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും നമ്മളുടെ റെഡി ക്യൂവിനകത്ത്. അപ്പോൾ ആ പ്രോസസ്സുകൾക്ക് ഡിഫറെൻറ്റ് ബേഴ്സ് ടൈം ആയിരിക്കാം. പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി CPU ഓരോ പ്രോസസ്സുകൾക്കും അലോക്കേറ്റ് ചെയ്യുന്നത് 2 എന്നുള്ളതാണ്. 2 എന്നുള്ളത് എല്ലാ പ്രോസസ്സുകൾക്കും സെയിം ആയിരിക്കും. അപ്പോൾ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് ഒരു പ്രോസസ്സ് വന്നു, അത് 2 യൂണിറ്റ് ഓഫ് ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ബേഴ്സ് ടൈം അനുസരിച്ചിട്ട് അത് അതിന് മതി എന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ആകാം. അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് 2 എന്നുള്ള ടൈം ആകുമ്പോഴത്തേക്കും എങ്ങോട്ടേക്ക് തിരിച്ച് റെഡി ക്യൂലോട്ട് തന്നെ പോകും. എന്നിട്ട് അടുത്ത പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യും CPU. അടുത്ത പ്രോസസ്സും ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്ത് എക്സിക്യൂഷൻ അതിൻ്റെ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ തിരിച്ച് വീണ്ടും റെഡി ക്യൂലോട്ട് തന്നെ അടുത്ത പ്രോസസ്സിനെ വിടും. അതായത് ഫസ്റ്റ് പ്രീഎംപ്റ്റ് ചെയ്ത പ്രോസസ്സ് ഫസ്റ്റിൽ വന്നു, രണ്ടാമത് പ്രീഎംപ്റ്റ് ചെയ്യുന്നത് അതിന്റെ പിറകിൽ വരും. അങ്ങനെ പ്രീഎംപ്റ്റ് ചെയ്യുന്നതെല്ലാം ക്യൂവിന്റെ ലാസ്റ്റിലോട്ടാണ് വരുന്നത്. അപ്പോൾ മനസ്സിലാക്കാം അതിനകത്ത് ഒരു പ്രീഎംപ്ഷൻ നടക്കുന്നുണ്ട്. സോ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. ഇനി ഇവിടെ ഇങ്ങനെ നമ്മൾ ഓരോ പ്രോസസ്സുകൾക്കും ഒരു ടൈം ക്വാണ്ടം വെക്കുന്നത് കൊണ്ട് തന്നെ റെഡിക്കുള്ള എല്ലാ പ്രോസസ്സുകളും പെട്ടെന്ന് അതിനൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ റെസ്പോൺസ് ടൈം അവിടെ കുറഞ്ഞു വരികയാണ്. എല്ലാ പ്രോസസ്സുകളെയും നമ്മുടെ CPU കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഒരു ഫെയർ ഷെയറിംഗ് ഓഫ് CPU ഒരു ഈക്വലി ആയിട്ട് എല്ലാവരും പാർഷ്യാലിറ്റി ഇല്ലാണ്ട് ഈക്വലി ആയിട്ട് CPUവിനെ ഷെയർ ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് അവിടെ ഏതിന്റെ കേസിലുണ്ട്? റൗണ്ട് റോബിൻ ഷെഡ്യൂളിങ്ങിന്റെ കേസിൽ വരുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ സ്റ്റാർവേഷൻ എന്നുള്ളത് വരുന്നുണ്ടോ? ഇല്ല. എല്ലാ പ്രോസസ്സുകൾക്കും അവിടെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അത് ടൈം സ്ലൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ഒരു ആവറേജ് ലെവലിലുള്ള ഒരു ആവറേജ് ടൈം സ്ലൈസ് ആണ് നമ്മളിത് എടുക്കുന്നതെങ്കിൽ അവിടെ സ്റ്റാർവേഷൻ എന്നുള്ള സംഭവമേ വരുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ റെഡിക്യൂൽ ഒരു പ്രോസസ്സിനും കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടതായി വരുന്നില്ല. എല്ലാ പ്രോസസ്സുകളും ഒരു 2 എന്നുള്ള ഒരു സപ്പോസ് ഒരു എക്സാമ്പിൾ ആണ് 2 എന്ന് പറയുന്നത് ഞാൻ കേട്ടോ. അതിൽ ആ ഒരു ടൈം സ്ലൈസിന്റെ ഉള്ളിൽ എല്ലാവർക്കും ഓരോ ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. സോ സ്റ്റാർവേഷൻ ഫ്രീ ആണ് ഈ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. എന്താണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്? നമ്മൾ പറഞ്ഞു ഓരോ തവണ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും അതിന്റെ ബേഴ്സ് ടൈം കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രീഎംപ്റ്റ് ചെയ്യുമെന്ന്. അപ്പൊ പ്രീഎംപ്റ്റ് ചെയ്തിട്ട് തിരിച്ച് റെഡി ക്യൂല് വരുന്നു, അടുത്ത പ്രോസസ്സ് ചെയ്യുന്നു, അതും പ്രീഎംപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വരും. അപ്പൊ ആ കേസിൽ ഓരോ തവണ പ്രീഎംപ്റ്റ് ചെയ്യുമ്പോഴും ഓരോ പ്രോസസ്സുകളുടെയും സ്റ്റാറ്റസ് നമ്മൾ അവിടെ സേവ് ചെയ്ത് വെക്കണം. എവിടെ സേവ് ചെയ്യും? PCBയിൽ. പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലാണ് നമ്മൾ ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും. ഇപ്പോൾ എത്ര എക്സിക്യൂട്ട് ചെയ്തു, ഇനി എത്ര പെൻഡിങ് ഉണ്ടാകാം അല്ലേ? അല്ലാതെ അടുത്ത തവണ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എക്സിക്യൂട്ട് ചെയ്യരുത്. എവിടെ നിന്ന് എക്സിക്യൂഷൻ നിർത്തിയോ അവിടെ നിന്ന് വേണം സെക്കൻഡ് റൗണ്ടിൽ റൺ ചെയ്യുമ്പോൾ തുടങ്ങേണ്ടത്. അപ്പോൾ അതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽസും എവിടെ സേവ് ചെയ്തുകൊണ്ടാണ് അടുത്ത സ്വിച്ചിങ് അവിടെ ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാ വരുന്നത് നോക്കാം. ആപ്ലിക്കേഷന് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം ഒരു ടൈം സ്ലൈസ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ടൈം സ്ലൈസ് എക്സീഡ് ചെയ്യുന്ന സമയത്ത് അത് പ്രീഎംപ്റ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് പ്രീഎംപ്റ്റീവ് നേച്ചറിൽ വരുന്നതാണ്. ഇത് എപ്പോഴും പ്രീഎംപ്റ്റീവ്ലി വർക്ക് ചെയ്യുന്നുള്ളൂ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. പിന്നെ അവിടെ അങ്ങനെ പ്രീഎംപ്ഷൻ നടന്നുകൊണ്ട് ഓരോന്നിനും ഒരു പെർട്ടിക്കുലർ ടൈം കൊടുക്കുന്നത് കൊണ്ട് തന്നെ CPUവിനെ അവിടെ ഈക്വൽ ഷെയറിംഗ് നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഫെയർ ഷെയറിംഗ് ഓഫ് CPU ഉണ്ട് റൗണ്ട് റോബിന്റെ കേസിൽ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോസസ്സുകളും ഈക്വലി ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എല്ലാത്തിനും ഫാസ്റ്റ് ആയിട്ട് റെഡിക്കൊന്ന് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാർവേഷൻ എന്നുള്ള പ്രോബ്ലം അവിടെ വരുന്നില്ല. പിന്നെ ഓരോ തവണ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ റണ്ണിങ്ങിൽ നിന്ന് റെഡി ക്യൂലോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ കോണ്ടെക്സ്റ്റ് എല്ലാം സേവ് ചെയ്തുകൊണ്ടാണ് സ്വിച്ച് ചെയ്യുന്നത്. ഇതിനെ പറയുന്നതാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്.
പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ ടൈം സ്ലൈസ് വാരി ചെയ്ത് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കുറവാണ് കൊടുത്തതെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം, അതിൽ സ്റ്റാർവേഷന്റെ കേസിൽ അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിന്റെ കേസിൽ എല്ലാം എന്താ വരുന്നത് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ ടൈം സ്ലൈസ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും, കുറച്ചാൽ എന്ത് സംഭവിക്കും, മാക്സിമം ദാറ്റ് മീൻസ് ഇൻഫിനിറ്റി എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഇവിടെ എയിം ചെയ്യുന്നത് എന്താണ്, റൗണ്ട് റോബിൻ ഷെഡ്യൂളിങ്ങിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണ്, റെസ്പോൺസ് ടൈമിനാണ്. നമ്മൾക്കറിയാം ഇവിടെ ഒരു ടൈം കോണ്ടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ടൈം കോണ്ടം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോസസ്സുകൾക്കും പെട്ടെന്നുള്ള റെസ്പോൺസ് ആണ് അവിടെ കിട്ടുന്നത് അല്ലെ. അപ്പൊ റെസ്പോൺസ് ടൈം കുറയ്ക്കാണ് ഏത് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് വെച്ചിട്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾക്ക് ഈ ടൈം സ്ലൈസ് വാരി ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ഈ ടൈം സ്ലൈസ് ബേസ് ചെയ്തിട്ടാണ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ടൈം സ്ലൈസിന്റെ വാല്യൂ വാരി ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, അതായത് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്, റെസ്പോൺസ് ടൈം, സ്റ്റാർവേഷൻ, 3 കാര്യങ്ങൾക്കും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഇപ്പൊ സപ്പോസ് നമ്മളുടെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ്, ഡിക്രീസിങ് ദി വാല്യൂ ഓഫ് ടൈം സ്ലൈസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ആ എക്സിക്യൂഷൻ CPU എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമാണ് കുറയ്ക്കുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സുകളും അതിന്റെ എക്സിക്യൂഷൻ ടൈമാണ് കുറയുന്നത്. അപ്പോൾ ഒരു പ്രോസസ്സ് വരുന്നത് 5 എന്നുള്ള ബേസ് ടൈമിൽ വന്നിരിക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ ടൈം ക്വാണ്ടം കൊടുത്തിരിക്കുന്നത് 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും, 1 യൂണിറ്റ് അത് എക്സിക്യൂട്ട് ചെയ്ത് പ്രീഎംപ്റ്റ് ചെയ്തു, അടുത്ത തവണയും എക്സിക്യൂട്ട് ചെയ്യൂ പ്രീഎംപ്റ്റ് ചെയ്യും. പക്ഷെ പെട്ടെന്ന് അതിന്റെ കോണ്ടെക്സ്റ്റ് സ്വിച്ചസ് കൂടി വരികയാണ് ചെയ്യുന്നത്. അവിടെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് കൂടി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ റെഡി ക്യൂല് എന്ത് സംഭവിക്കും, റെഡി ക്യൂല് കിടക്കുന്ന പ്രോസസ്സുകൾക്ക് 1 യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന അടുത്ത പ്രോസസ്സിന് എടുക്കുന്നു. അതായത് ഓരോ പ്രോസസ്സുകൾക്കും പെട്ടെന്ന് റെസ്പോൺസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ ആ ക്യൂവിലുള്ള പ്രോസസ്സുകളുടെ റെസ്പോൺസ് ടൈം അവിടെ കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്പോൺസ് ടൈം അവിടെ കുറഞ്ഞു വരുമ്പോൾ ഒരു പ്രോസസ്സും അവിടെ ക്യൂവിൽ കുറേ നേരം കിടക്കേണ്ടതായിട്ട് വരുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ സ്റ്റാർവേഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ടൈം സ്ലൈസ് നമ്മൾ കുറച്ച് വരുന്ന കേസിലാണ്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കാരണം അവിടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണ്, റെസ്പോൺസ് ടൈം ആണ്. റെസ്പോൺസ് ടൈം അവിടെ കുറഞ്ഞു വരുന്നുണ്ട്. ബെറ്റർ ഇൻ ദ കേസ് ഓഫ് റെസ്പോൺസ് ടൈം ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് കേസ് എങ്ങനെയാന്ന് നോക്കാം. നെക്സ്റ്റ് കേസിൽ ഇൻക്രീസിങ് വാല്യൂ ഓഫ് ടൈം സ്ലൈസ്. നമ്മൾ ഈ ടൈം സ്ലൈസ് വലുതാണ് കൊടുത്തതെങ്കിൽ എങ്ങനെ സംഭവിക്കും, വലുതാണെങ്കിൽ ഓരോ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ ബേസ് ടൈം ആണ് നമ്മൾ കൂട്ടിയേക്കുന്നത്. അപ്പൊ അത്രയും സമയം ആ പ്രോസസ്സ് അവിടെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് നിൽക്കേണ്ടി വരും. അത്ര പ്രോസസ്സ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുക, കൂടുതൽ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ റിഡിക്യൂലുള്ള പ്രോസസ്സുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയം കൂടുകയാണ്. ഓരോ പ്രോസസ്സുകൾക്കും റെസ്പോൺസ് കിട്ടുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പക്ഷേ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് വരുന്നുണ്ടോ, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് വരുന്നില്ല. കൂടുതൽ സമയം എക്സിക്യൂട്ട് ചെയ്യുന്നത് കാരണം ഒരുപക്ഷെ ആ ഒരു ഫസ്റ്റ് എക്സിക്യൂഷൻ ടൈമിൽ തന്നെ അതിന് ആ പ്രോസസ്സിനെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് പോവാം, തിരിച്ച് റെഡിക്യൂലോട്ട് വരേണ്ടതായിട്ട് വരുന്നില്ല. അപ്പൊ അവിടെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്ത് റെഡി ക്യൂല് എന്ത് സംഭവിക്കുന്നു, റെഡി ക്യൂല് ഇരിക്കുന്ന പ്രോസസ്സുകൾക്ക് റെസ്പോൺസ് കിട്ടാൻ വൈകുന്നുണ്ട്. അതായത് അവിടെ റെസ്പോൺസ് ടൈം അവിടെ കൂടുകയാണ്. ആ ക്യൂലുള്ള പ്രോസസ്സുകൾ ഇങ്ങനെ കാത്തു കെട്ടി കിടക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവിടെ കുറെ പ്രോസസ്സുകൾ ഇങ്ങനെ ക്യൂല് വന്ന് കിടക്കും. അവിടെ അപ്പം എന്ത് വന്നു, സ്റ്റാർവേഷൻ എന്നുള്ള പ്രോബ്ലം വന്നു. സ്റ്റാർവേഷൻ അവിടെ കൂടി വന്നിരിക്കുകയാണ്, റെസ്പോൺസ് ടൈം കൂടി വന്നിരിക്കുകയാണ്. പക്ഷെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് കുറവാണ്. ഇവിടെ നമ്മൾക്കിപ്പോ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്നുള്ള പ്രശ്നം വരുമ്പോൾ എന്താണ്, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഒരുപാട് തവണ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് കൂടി വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ CPU അതൊരു ഓവർ ഹെഡ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇൻക്രീസിങ് വാല്യൂ ഓഫ് ടൈം സ്ലൈസ് കൊടുക്കുന്നത് കൊണ്ട് ബെറ്റർ ഇൻ ദ കേസ് ഓഫ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിന്റെ കാര്യത്തിൽ മാത്രമാണ് അവിടെ ഒരു ബെറ്റർ ഫീല് ഉണ്ടാവുന്നത്. ഇനി നമ്മളുടെ മൂന്നാമത്തെ കേസ്, ടൈം സ്ലൈസ് ഇൻഫിനിറ്റി ആകുന്ന കേസിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ ടൈം സ്ലൈസിന് ഒരു ബാരിയർ ഇല്ല, എത്രയോ ലോങ് ആയി കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഏതൊക്കെ പ്രോസസ്സുകൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിൽ അവിടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ അത് എന്ത് വർക്ക് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യുന്നത് FCFS അൽഗോരിതം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രീവിയസ് ഒരു ഗേറ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സപ്പോസ് നമ്മുടെ ടൈം സ്ലൈസ് ഇൻഫിനിറ്റി എന്നുള്ളത് ആയിട്ട് ആണ് വെച്ചിട്ടുള്ളതെങ്കിൽ ആ അൽഗോരിതം എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അത് FCFS അൽഗോരിതം ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. എത്ര കണ്ട് ടൈം സ്ലൈസ് കൂട്ടി വരുന്നത് അത് കൺവേർട്ട് ആയി വരുന്നത് FCFS അൽഗോരിതത്തിലായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ടൈം സ്ലൈസ് എന്നുള്ളത് CPU എടുക്കുന്ന ടൈം സ്ലൈസ് ഈ ഒരു ആവറേജ്, ഒത്തിരി കൂടുതലല്ല ഒത്തിരി കുറവല്ല എന്നുള്ള ഒരു മീഡിയം എന്നുള്ള റേഞ്ചിലാണെങ്കിലാണ് ഏറ്റവും ബെറ്റർ പെർഫോമൻസ് റൗണ്ട് റോബിൻ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക്
റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ വെച്ചിട്ട് 3 ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് 0th അറൈവൽ ടൈം, ഒരു എല്ലാ പ്രോസസ്സുകളും ഒരേ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ റൗണ്ട് റോബിൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ നോക്കും. പിന്നെ 0 1 2 3 4 എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. പിന്നെ ആ അറൈവൽ ടൈമിൽ ചെറിയൊരു ചേഞ്ചും കൂടി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നോക്കാം. അതും കൂടി നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാം.